അപ്പൊ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി. On 1st January 2016, Jagan Limited issued 12,000 10% debenture of rupees 100 each at a par, which were repayable at a premium of 10% on March 31st, 2020. അതായത് 2016 ജനുവരി 1 ഒരു ജഗൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 12,000 10% ഡിബഞ്ചർ, ആ 10% ഡിബഞ്ചർ എന്ന് പറയുന്നത് ആ ഡിബഞ്ചറിന്റെ നെയിമാണ്. അതായത് അതിനർത്ഥം എന്താണ്, ആ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ, അത് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ 10% ഇൻട്രസ്റ്റ് ആയിരിക്കും ആനുവലി കൊടുക്കുക എന്നാണ് അതിന് മീനിങ്. ഓക്കെ, 10% ഡിബഞ്ചർ, അതിന്റെ വില എത്രയാണ്? 100 രൂപയാണ് ഒരു ഡിബഞ്ചറിന്റെ വില. അത് അവർ ഇഷ്യൂ നടത്തി. എന്നാണ് ഇഷ്യൂ നടത്തിയത്? 2016 ജനുവരി 1 അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 രൂപയ്ക്ക് തന്നെയാണ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. ഫേസ് വാല്യൂവിന് തന്നെയാണ് അവർ ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ദെൻ വിച്ച് വേർ റീപേബിൾ അറ്റ് പ്രീമിയം ഓഫ് 10% ഓൺ മാർച്ച് 31st, 2020. ആ 12,000 ഡിബഞ്ചർ, 100 രൂപയ്ക്ക് ഇഷ്യൂ നടത്തിയിട്ടുള്ള ആ 12,000 ഡിബഞ്ചർ അവരെന്ത് ചെയ്യുന്നു? മാർച്ച് 31, 2020 10% പ്രീമിയത്തിൽ റീപേബിൾ ചെയ്യും. അതായത് അവർക്ക് തിരിച്ചു കൊടുക്കും. അത് ആ ഇൻവെസ്റ്റ്മെന്റ്, ഡിബഞ്ചർ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് തിരിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് എന്താണ്? അവിടെ മാർച്ച് 31, 2020 എന്ത് ചെയ്യുന്നു? റിഡംഷൻ അറ്റ് പ്രീമിയം 10% നടക്കുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ എന്തായിരുന്നു? ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരുന്നു എന്ത് റിഡംഷൻ ഉണ്ടായിരുന്നത് അല്ലെ? ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 4 വർഷം കൊണ്ട് റെഡീം ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ അങ്ങനെ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എന്നുള്ള ഒരു ഡേറ്റ് പറയണം. 31/2020 എന്ത് ചെയ്യുന്നു? 10% പ്രീമിയത്തിൽ ആ ഡിബഞ്ചറിന്റെ എമൗണ്ട് റീപേബിൾ ചെയ്യും എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഇത് ലംസം മെത്തേഡാണ്. ലംസം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ? ലംസം മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡീം ചെയ്യാൻ അല്ലെങ്കിൽ കൊടുക്കേണ്ട എമൗണ്ട്, റെഡീം ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട എമൗണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ആ ഒരു പെർട്ടിക്കുലർ മെച്യൂരിറ്റി പീരീഡിൽ എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് നടത്തുന്നു. 1 ലക്ഷം കൊടുക്കണമെങ്കിൽ 1 ലക്ഷം ആ ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ലംസം മെത്തേഡ് ആണ് എന്ന് മനസ്സിലാക്കാം. അതായത് എല്ലാ വർഷവും ഈക്വൽ 4 ഡ്രോയിങ്സ് ഓരോ വർഷവും നമുക്ക് എന്താണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ എൻട്രി ചെയ്തേണ്ട ആവശ്യമല്ല. റെഡീം ചെയ്യുന്ന വർഷം മാത്രം എന്ത് ചെയ്താൽ മതി? എൻട്രി എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഓൺ ദി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ദ കമ്പനി ഡിസൈഡ് ടു റെഡീം ദി എബോവ് മെൻഷൻഡ് 10% ഡിബഞ്ചർ ആസ് പെർ കമ്പനീസ് റൂൾ. അതായത് എന്താണ്? ഓൺ ദി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞത് എന്താണ്? റെഡീം ചെയ്യേണ്ട ദിവസം. റെഡീം ചെയ്യേണ്ട ദിവസം എന്താണ്? മാർച്ച് 31, 2020. ആ ഡേറ്റിൽ കമ്പനി എന്ത് ചെയ്തു? റെഡീം ചെയ്യാൻ തീരുമാനിച്ചു. 10% മെൻഷൻഡ് 10% ഡിബഞ്ചേഴ്സ് ആസ് പെർ കമ്പനീസ് റൂൾ. അതായത് ഈ 10% ഡിബഞ്ചർ കമ്പനി നിയമം അനുസരിച്ചിട്ട്, അപ്പൊ കമ്പനി നിയമം അനുസരിച്ച് നമുക്ക് എന്താണ് റെഡീം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടല്ലേ? എന്താണ് നിർബന്ധമായിട്ടും DRA, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ എമൗണ്ട് ഫേസ് വാല്യൂ പോർഷൻ, റെഡീം ചെയ്യുന്ന ഫേസ് വാല്യൂ പോർഷൻ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിഡംഷൻ നടത്താൻ കമ്പനി തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. The offer was accepted. The offer was accepted by all the debenture holders and all the debentures were redeemed. ഓക്കെ, അപ്പൊ എന്താണ്? കമ്പനി ഈ 10% പ്രീമിയത്തിൽ എന്താണ് മാർച്ച് 31, 2020 റെഡീം ചെയ്യാം എന്ന് പറഞ്ഞു. അത് എല്ലാ ഡിബഞ്ചർ ഹോൾഡേഴ്സും എന്ത് ചെയ്തു? സ്വീകരിച്ചു. ആ ഓഫർ എല്ലാ ഡിബഞ്ചർ ഹോൾഡേഴ്സും സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ആരുടെങ്കിലും മൈക്ക് ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ആക്കണേ. യെസ്, അപ്പം all the debentures were redeemed. The company has invested the required amount as per law in 10% government securities. അപ്പോൾ എന്താണ്? കമ്പനി ലോ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു എന്താണ്? റെഡീം ചെയ്യാൻ പോകുന്ന അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ 15%, മിനിമം 15% എങ്കിലും DRI അക്കൗണ്ടിൽ തൊട്ടുമുമ്പത്തെ വർഷം ഏപ്രിൽ 30 നമ്മൾ ഈ തൊട്ടുമുമ്പത്തെ വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ വർഷം ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഇപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ നോക്കുന്ന സമയത്ത് സെയിം ഇയർ തന്നെയാണ് കേട്ടോ. ഫിനാൻഷ്യൽ ഇയർ നോക്കുന്ന സമയത്ത് സെയിം ഇയർ ആണ്. ഞാൻ ഉദ്ദേശിച്ചത് തൊട്ടുമുമ്പത്തെ വർഷം ഏപ്രിൽ 30 എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെഡീം ചെയ്യുന്നത് എന്താണ്? ആ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലായിരിക്കും. അതായത് മാർച്ച് 31 ഓക്കെ, അപ്പൊ ആ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലെ ആദ്യത്തെ മാസമാണ് ഏപ്രിൽ. ആ ഏപ്രിൽ 30 ആണ് കേട്ടോ. അല്ലാതെ ഫിനാൻഷ്യൽ ഇയറിന്റെ തൊട്ട് മുമ്പത്തെ വർഷമല്ല. വർഷം നോക്കുന്ന സമയത്ത്, നമ്മൾ അക്കൗണ്ടിങ് ഇയർ നോക്കുന്ന സമയത്ത് അതെന്താണ്? 2020, 2019.
അങ്ങനെ വരും. അപ്പൊ 2020 മാർച്ച് 31 റെഡീം ചെയ്യുന്നതെങ്കിൽ 2019 ഏപ്രിൽ 30 ആയിരിക്കും എന്ത് DRI ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ എന്താണ് ഫിനാൻഷ്യൽ ഇയർ നോക്കുന്ന സമയത്ത് അത് സെയിം ഇയർ ആണ്. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരരുത്. ഞാൻ തൊട്ടുമുമ്പത്തെ വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അക്കൗണ്ടിങ് ഇയർ അനുസരിച്ചുള്ള വർഷമാണ്. ഫിനാൻഷ്യൽ ഇയർ അനുസരിച്ച് സെയിം ഇയർ തന്നെയാണ്. സെയിം ഇയറിലെ ഏപ്രിൽ 30 എന്ത് വരുന്നത്, ആ ഡേറ്റിലാണ് DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, മേ ബി അങ്ങനെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറയാം കേട്ടോ. ദെൻ ഇനി ഓൺ ദി ഡേറ്റ് ഓഫ് റിഡംഷൻ ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിയലൈസ്ഡ്. അതായത് എന്താണ് റെഡീം ചെയ്യുന്ന ആ ഒരു ഡേറ്റിന് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്യണം. അതിപ്പോ ക്വസ്റ്റ്യൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്താണ് റെഡീം ചെയ്യുന്ന വർഷം, റെഡീം ചെയ്യുന്ന ആ ലാസ്റ്റ് ഇയർ എന്ത് ചെയ്യണം, DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ വിറ്റ് ക്യാഷ് ആക്കി മാറ്റണം. ഓക്കെ, ഇവിടെ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സെക്യൂരിറ്റി 10% ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഹിഡൻ ആയിട്ട് ഒരു കാര്യം പറയാണ്. എന്താണ് നമുക്ക് ആ DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും നമുക്ക് ഒരു വർഷം 10% ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. അതായത് ഇൻട്രസ്റ്റിന്റെ ജേണൽ എൻട്രിയും കൂടി എഴുതാൻ വേണ്ടിയിട്ട്, DRIയിൽ നിന്നും ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ജേണൽ എൻട്രിയും കൂടി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹിഡൻ, ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ആ 10% ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ ഒരു എത്ര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടുന്ന സെക്യൂരിറ്റി ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ അങ്ങനെ ഒരു എൻട്രിയും കൂടി അവിടെ വരുന്നുണ്ട്. നമ്മുടെ എൻട്രി ഒക്കെ നേരത്തെ പഠിച്ചതാണ്. എന്താണ് DRIയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും, സോറി ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എന്ത് എൻട്രി വരിക, എന്താ വരിക, ബാങ്ക് അക്കൗണ്ട് ടു എന്തിൽ നിന്നാണ് ഇൻട്രസ്റ്റ് കിട്ടിയത്, എന്താണ് എന്തിൽ നിന്നാണ് കിട്ടിയത്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു എൻട്രി ഉണ്ടായിരുന്നു. ആ എൻട്രി നമുക്ക് ഈ പ്രോബ്ലത്തിൽ വരാനുള്ള കാരണം എന്താണ്, ഇവിടെ നമ്മൾ DRIയിൽ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നടത്തുന്നത് 10% ഗവൺമെന്റ് സെക്യൂരിറ്റീസിലാണ് എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, 10% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒന്നാണ് അത് എന്നാണ്. ഓക്കെ, നേരത്തെ പ്രോബ്ലത്തിൽ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ എൻട്രി അവിടെ വരാതിരുന്നത്. ആ കാര്യവും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ല എന്താണ്, പാസ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ദി കമ്പനി ഓൺലി ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അവർ നമ്മുടെ എന്താണ് റെഡീം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എൻട്രീസ് ചെയ്താനേ പറഞ്ഞിട്ടുള്ളൂ. വിച്ച് മീൻസ് എന്താണ്, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇഷ്യൂവിന്റെയും റിഡംഷന്റെ എൻട്രി ചെയ്താൽ പറയുമ്പോൾ നമ്മൾ അത് എഴുതണമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എന്താണ്, റെഡീം ചെയ്യാനുള്ള എൻട്രി മാത്രം എഴുതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ റെഡീം ചെയ്യാനുള്ള എൻട്രീസ് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ? Okay. Yes, sir. യെസ്, അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യം ഒരു ജേണൽ എൻട്രി വരയ്ക്കാം. ഓക്കെ, അറിയാലോ ഡേറ്റ് കോളം വേണം, എന്താണ് പർട്ടിക്കുലർ കോളം വേണം, 2 എമൗണ്ട് കോളം വേണം. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്, അറിയാലോ. അപ്പം എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് വരച്ചോളൂ. ക്വസ്റ്റ്യൻ ഓൾറെഡി എഴുതിയെടുത്തിട്ടുണ്ടാവും, ഗ്രൂപ്പിൽ ഇട്ടതാണ് എന്ന് വിചാരിക്കാം. നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്യുക, വരച്ചോളൂ കേട്ടോ. ജേണലിന്റെ ടേബിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിൽ നിന്ന് ബേസിക് കാര്യങ്ങൾ നമ്മൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, എത്ര ഡിബഞ്ചർ ആണ്, ഇഷ്യൂ നടത്തിയ ഡേറ്റ് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റെഡീം ചെയ്യുന്ന ഡേറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, 31. ഇഷ്യൂ ചെയ്ത ഡേറ്റ് നമുക്ക് ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ ഇഷ്യൂവിന്റെ ചാനലിന്റെ എഴുതാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാട്ടോ. 31/3/2020 നമ്മോട് റെഡീം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എത്ര ഡിബഞ്ചർ ആണ് റെഡീം ചെയ്യുന്നത്, 12,000 ഡിബഞ്ചർ ആണ്. ഓക്കെ, ഒരു ഡിബഞ്ചറിന്റെ വില എത്രയാണ്, 100 ആണ്. അപ്പൊ അതിന്റെ ഫേസ് വാല്യൂ എത്രയായിരിക്കും, 12,000 × 100 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 12 ലക്ഷമായിരിക്കും അല്ലെ, 12 lakh. ക്ലിയർ? അതൊക്കെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ച അപ്പൊ തന്നെ വർക്കിംഗ് നോട്ട് പോലെ അത് എഴുതി വെക്കണം കേട്ടോ. 12 lakh ആണ്. പിന്നെ ഇതാണ് ഫേസ് വാല്യൂ. ഇനി ഈ ഡിബഞ്ചർ 31/3/2020 റെഡീം ചെയ്യുന്ന ഈ ഡിബഞ്ചർ ഫേസ് വാല്യൂവിനാണോ, ഫേസ് വാല്യൂവിനല്ല റെഡീം ചെയ്യുന്നത്, ഏത് വാല്യൂവിനാണ്, പ്രീമിയത്തിലാണ് അല്ലെ. റിഡംഷൻ അറ്റ് പ്രീമിയം ആണ് എന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് അല്ലേ. റിഡംഷൻ അറ്റ് പ്രീമിയം ആണ്. എത്രയാണ് പ്രീമിയം, ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ നോക്കൂ, ഇവിടെ അതാ
100 each at par which were repayable at a premium of 10% on March 31st to 20 അല്ലെ 2020 മാർച്ച് 31-ന് 10% പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? റിഡംഷൻ പ്രീമിയം കൂടി ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്ത് എഴുതുന്നു. റിഡംഷൻ പ്രീമിയം എത്രയാണ്? 10%. ഒക്കെ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിച്ചും കൊണ്ട് എടുത്ത് എഴുതിയാൽ നമുക്ക് പിന്നീട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സുഖമായിരിക്കും. റിഡംഷൻ പ്രീമിയം ഉണ്ട് 10% എന്ന് പറഞ്ഞാൽ 12 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1,20,000 ആയിരിക്കും അല്ലെ? 12 ലക്ഷമാണല്ലോ നമ്മുടെ ടോട്ടൽ വാല്യൂ. അപ്പൊ അതിന്റെ 1,20,000. ക്ലിയർ? അത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്? ഈ കമ്പനി DRI മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. DRI എന്താണെന്ന് നമുക്കറിയാം ഇല്ല, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ഇത് ഏത് മെത്തേഡാന്ന് പറഞ്ഞിട്ടുണ്ടോ? റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണോ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മെത്തേഡ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഏതായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യനില് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യനില് ഏത് മെത്തേഡ് ആണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഏതായിരിക്കും? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റിലൂടെ നടത്തുന്ന റിഡംഷൻ ആയിരിക്കും. കാരണം അല്ല എങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയും എന്താണ്? റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്തിട്ട് ഇത് ഏത് മെത്തേഡ് ആണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതെന്താണ്? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ DRI ഉണ്ട് മനസ്സിലാക്കുക. DRI എത്രയാണ്? 10% ഗവൺമെന്റ് സെക്യൂരിറ്റിയിലാണ് DRI നടത്തുക. അപ്പൊ DRIന്റെ മുകളിൽ എന്തുണ്ടാവും? ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 10% ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെ? ഇത്രയും നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിന്ന് എടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇത് ബേസിൽ നമുക്ക് ചെയ്താൽ മതി. ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ താഴെയായിട്ടോ നിങ്ങൾ ജനറൽ എൻട്രിയുടെ താഴെയായിട്ടോ ഒരു വർക്കിംഗ് നോട്ട് രൂപത്തിൽ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ ഡേറ്റ് ചെയ്ത് വെച്ച് 31/3/2020 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ നമ്മുടെ റൂൾ അനുസരിച്ച് എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം റെഡീം ചെയ്യുന്ന വർഷത്തിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30. ഞാൻ പറഞ്ഞു റെഡീം ചെയ്യുന്ന വർഷം 2020 മാർച്ച് 31 അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30 എന്ന് പറയുമ്പോൾ 2019 ഏപ്രിൽ 30. ഓക്കെ, ഇവിടെ നമ്മൾ വർഷം എന്ന് പറഞ്ഞ അക്കം കൊണ്ടുള്ള വർഷമാണ് തൊട്ട് മുമ്പത്തെ വർഷം എന്ന് പറയുന്നത്. ആക്ച്വലി അതെന്താണ്? ഫിനാൻഷ്യൽ ഇയർ നോക്കുന്ന സമയത്ത് സെയിം ഇയർ തന്നെയാണ്. സെയിം ഇയറിലെ ഫസ്റ്റ് മന്തിലെ ലാസ്റ്റ് ഡേറ്റ് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ നോക്കുന്ന സമയത്ത് അക്കം കൊണ്ട് നോക്കുന്ന സമയത്ത് 2 വർഷം, അതായത് 2020 ആകുമ്പോൾ 2020 തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30 നമ്മൾ എന്ത് ചെയ്യണം? 15% അല്ലെ? ഫേസ് റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ 15% നമ്മൾ എങ്ങോട്ട് മാറ്റണം? എങ്ങോട്ടാ മാറ്റേണ്ടത്? DRI അക്കൗണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ക്ലിയർ? അപ്പൊ ഡേറ്റ് എഴുതുക. ഡേറ്റ് ഏതാ വരിക? 2000 അല്ലെങ്കിൽ എന്താണ്? 30. യെസ്, ഒന്നുകൂടി പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ പ്രകാരം റെഡീം ചെയ്യുന്നത് 31/3/2020 31/3/2020 ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ 31/3/2020 തൊട്ട് മുമ്പുള്ള വർഷം എന്ന് പറയുമ്പോൾ 2019 ഏപ്രിൽ ഏതായിരിക്കും? 30 ആയിരിക്കും. തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ എന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു, അക്കൗണ്ടിങ് ഇയർ നോക്കുന്ന സമയത്ത് 2019 ഏപ്രിൽ 1, 2019 മുതൽ മാർച്ച് 31, 2020 വരെയാണ് ഒരു വർഷം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അക്കൗണ്ടിങ് ഇയർ ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് അത് സെയിം ഇയർ ആയിട്ട് തോന്നും. ക്ലിയർ? പക്ഷേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരർത്ഥത്തിലല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത്. തൊട്ട് മുമ്പത്തെ വർഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണ വർഷം നോക്കുന്ന സമയത്ത് എന്താണ്? 2019 വേറൊരു വർഷമാണ്, 2020 വേറൊരു വർഷമാണ്. അപ്പം 2020 റെഡീം ചെയ്യുമ്പോൾ 2020 തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30 എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലാതെ നോക്കുമ്പോൾ അത് സെയിം ഇയർ തന്നെയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി എൻട്രീസിന് പോവാം. അപ്പൊ തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30/4/2020. എൻട്രി വരുന്നത് 30/4/2020 30/4/2020 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ എൻട്രി എഴുതുന്നു. എന്താ എൻട്രി വരിക? എൻട്രി കാണാൻ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ചുള്ള ഒരു അസറ്റ് ആണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നത്?
ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ അറിയാം അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അതല്ല. ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് പോകുന്നു? ക്യാഷ് പോകും. ടു ബാങ്ക്. എത്രയാണ് റെഡീം ചെയ്യുമ്പോൾ എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്? നമ്മുടെ നിയമത്തിൽ എന്താ പറയുന്നത്? റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ട്, അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ട് എത്രയാണ്? അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ട് 12 ലക്ഷമാണ്. ആ 12 ലക്ഷത്തിന്റെ എത്ര? ആ 12 ലക്ഷത്തിന്റെ 15% എന്ത് ചെയ്യേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം? എമൗണ്ട് കോളത്തിൽ നമുക്ക് അല്ലെങ്കിൽ വർക്കിംഗ് ഓർഡറിലേക്ക് കാണിക്കാം 12 ലക്ഷത്തിന്റെ 15% എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, അതിന്റെ ബ്രാക്കറ്റ് കൊടുക്കട്ടെ, എമൗണ്ട് കണ്ടെത്തി ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് 12 ലക്ഷത്തിന്റെ എത്രയാ? 15%. 12 ലാഖിന്റെ 15% അത് നമ്മുടെ നിയമത്തിൽ പറയുന്നതാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ എമൗണ്ട് കണ്ടുപിടിക്കുക. എത്രയാ 12 ലാഖിന്റെ 15%? കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. അപ്പം 1,80,000 ആയിരിക്കും വരിക അല്ലെ? 1,80,000 അല്ലേ വരുന്നത്? നിങ്ങൾ ചെയ്ത് നോക്കിയില്ലേ? 1,80,000. 1,80,000 വരും. എന്താ നരേഷൻ കൊടുക്കുക? ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ടു ഏത് അക്കൗണ്ടിലേക്കാണ്? DRI അക്കൗണ്ട്. DRI അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഓക്കെ, അത് ചുരുക്കി എഴുതുന്നുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ടു DRI അക്കൗണ്ട് എന്നുള്ള ഒരു നരേഷൻ നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ചെയ്തിത്രയേ ഉള്ളൂ. എന്താണ്? നമ്മൾ DRI ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ. ഇനി അടുത്തത് DRI ക്രിയേറ്റ് ചെയ്യുന്നത് ഏതാണ്? തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30-നാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി റിഡംഷൻ നടത്തുന്ന വർഷം, റെഡീം ചെയ്യുന്ന വർഷം ഏതാണ്? ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? റെഡീം ചെയ്യുന്ന വർഷം ഏതാണ്? 31/3/2020. അപ്പൊ ഈ വർഷം റെഡീം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യനിൽ ഏത് മെത്തേഡാണെന്ന് പറയുന്നില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ഏതായിട്ട് അസ്യൂം ചെയ്യുന്നു? ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അത് നമ്മൾ ഇമ്പോർട്ടന്റ് നോട്ടായിട്ട് നമുക്ക് നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പൊ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആകുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ റെഡീം ചെയ്യുന്ന വർഷം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അല്ലെ? ഈ നടത്തിയ ഇൻവെസ്റ്റ്മെന്റിനെ റെഡീം ചെയ്യുന്ന വർഷം നമ്മൾ വിൽക്കണം. റെഡീം ചെയ്യുന്ന വർഷം എന്ന് പറയുന്നത് 31/3/2020 ആണ്. കാരണം റെഡീം ചെയ്യാൻ നമുക്ക് ക്യാഷ് ആവശ്യമുണ്ട്. അപ്പൊ ആ വർഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ വിൽക്കും. ക്ലിയർ. അപ്പം വിൽക്കുന്ന സമയത്ത് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതൊന്നും ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യനകത്ത് ഹിഡൻ ആയിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ട് എന്താണ്? 10% അല്ലെ? ഈ നമ്മൾ നടത്തുന്നത് എന്താണ്? 10% റിഡംഷൻ അല്ലെങ്കിൽ എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ നിന്നും നമുക്ക് ഒരു വർഷം 10% ഇൻട്രസ്റ്റ് കിട്ടും എന്നാണ് അർത്ഥം. ക്ലിയർ. അപ്പൊ നമുക്ക് ഈ DRIയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് വർക്കിംഗ് നോട്ടിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ DRI എത്ര കിട്ടുന്നതെന്ന് നമ്മൾ വർക്കിംഗ് നോട്ട് വഴി ആദ്യം കണ്ടെത്തി വെക്കുക. ഇൻട്രസ്റ്റ് ഓൺ DRI എത്രയായിരിക്കും കിട്ടുക? അത് നോക്കുക. നമ്മൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഏപ്രിൽ 30-നാണ് നമ്മൾ എന്ത് നടത്തിയിട്ടുള്ളത്? 2019 ഏപ്രിൽ 30-നാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നത് ഏത് വർഷമാണ്? മാർച്ച് 31/2020 അല്ലെ? അപ്പൊ എത്ര മാസം അതിനിടയ്ക്ക് വരുന്നുണ്ട്? കാരണം ഏപ്രിൽ 30 എന്ന് പറയുമ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞു അല്ലെ? ഇനി പിന്നെ ഏതാണ്? മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെ? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുമ്പോൾ മൊത്തം എത്ര മാസം വരുന്നു? 11 മാസമാണ് വരുന്നത്. അപ്പൊ 11 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്ര വരും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 1,80,000 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. 1,80,000 രൂപയ്ക്ക് എത്രയാണ്? ക്വസ്റ്റ്യൻ പ്രകാരം 10% ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അപ്പൊ എന്ത് ചെയ്യണം? 1,80,000 ഇൻറ്റു 10/100. അതൊരു കൊല്ലത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് 10% എന്ന് പറയുന്നത്. ഒരു കൊല്ലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇവിടെ നടത്തിയോ? ഇല്ല. എത്ര കാലത്തേക്ക് നടത്തിയത്? 11 മാസത്തേക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? 11/12. ഇങ്ങനെയാണ് ആ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം.
1,80,000 നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റിന് 10% ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യനിൽ എവിടെയാ നോക്കൂ, ദ കമ്പനി ഹാസ് ഇൻവെസ്റ്റഡ് ദ റിക്വയർഡ് എമൗണ്ട് ആസ് പെർ ലോ ഇൻ 10% ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 10% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റിയിലാണ് ആ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു കൊല്ലത്തിൽ നമുക്ക് 10% ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഒരു കൊല്ലത്തേക്ക് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല. നമ്മൾ നടത്തിയത് എത്ര കാലത്തേക്കാണ്? 11 മാസത്തേക്കാണ്. എങ്ങനെയാണ് 11 മാസം കിട്ടിയത്? കാരണം 30/4/2019 ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നതോ 31/3/2020. അപ്പോൾ 30/4/2019 മുതൽ 31/3/2020 വരെ എത്ര മാസമുണ്ട്? 11 മാസമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി എഴുതുക 1,80,000 ഇൻറ്റു 10/100 ഇൻറ്റു 11/12. 11/12 എന്ന് പറഞ്ഞാൽ എന്താണ്? 11 മാസത്തേക്ക് ആണ് നമ്മൾ ആ ഇൻട്രസ്റ്റ് കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16,500 ആയിരിക്കും അല്ലേ? നിങ്ങൾ ചെയ്തിട്ടില്ലേ? 16,500 ആയിരിക്കും കിട്ടുന്നത്. കാൽക്കുലേറ്റർ വെച്ച് നോക്കുക, 16,500 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, 16,500 നമുക്ക് ഇൻട്രസ്റ്റ് വന്നു. ഇനി സെയിം എമൗണ്ട് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? വിൽക്കാൻ പോകുന്ന നമുക്ക് വേണമെങ്കിൽ ഇതിന് ഡിബഞ്ചറിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് DRIയിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത് കാണിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ജേർണൽ എൻട്രി ചെയ്താം. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രി പഠിച്ച സമയത്ത് പഠിച്ചത്. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടി, കാരണം വിൽക്കുന്നതും സെയിം ഡേറ്റിനായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാം കൂടി കമ്പൈൻ ചെയ്തൊരു ഒറ്റ എൻട്രി ആയിട്ടും എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ വരുമെങ്കിൽ നമ്മൾ പഠിച്ച അതേ രീതിയിൽ നമുക്ക് എൻട്രി ചെയ്താൽ മതി. അപ്പൊ എന്താണ് പഠിച്ച ഇത് പ്രകാരം നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻട്രസ്റ്റ് കിട്ടുന്നു. 31/3/2020 നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എൻട്രി എന്താണ്? ബാങ്ക് നമ്മൾ പഠിച്ചതുപോലെ എൻട്രി നിങ്ങൾക്ക് തന്നതുപോലെ എഴുതിയാൽ മതി തൽക്കാലം, കാരണം നിങ്ങൾ കൺഫ്യൂഷൻ ആവുമെങ്കിൽ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എന്തിൽ നിന്നാണ് ഇൻട്രസ്റ്റ് കിട്ടിയത്? ടു എന്താണ്? DRI ഇൻട്രസ്റ്റ് ഓൺ അല്ലെ? ടു ഇൻട്രസ്റ്റ് ഓൺ DRI അക്കൗണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അല്ലെ? അതായത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി എന്നാണ് ഈ എൻട്രിയുടെ അർത്ഥം. എത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത്? 16,500 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഓക്കെ, 16,500. ക്ലിയർ? ഇതിന് നരേഷൻ കൊടുക്കുക. എന്താ നരേഷൻ വരിക? എന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലെ? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ DRIയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. ഓക്കെ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ DRI ഫുൾ ആയിട്ട് തന്നെ ഞാൻ ചുരുക്കി എഴുതുന്നതുള്ളൂ. ഇപ്പൊ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ DRIയിൽ നിന്നാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഇതാണ് എന്ത്? നമ്മുടെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എൻട്രി എന്താണ്? ഈ DRI വിൽക്കണം. DRI വിൽക്കുന്ന സമയത്തുള്ള എൻട്രി എന്താണ്? സെയിം ഡേറ്റ് തന്നെയാണ്. ഡേറ്റിന് മാറ്റമൊന്നുമില്ല. 31/3/2020 നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നു. വിൽക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ എന്താണ് എൻട്രി? അതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി എഴുതിയാൽ മതി. വിൽക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ എഴുതിയ എൻട്രി എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. അപ്പോൾ വിൽക്കുന്ന സമയത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ എൻട്രി ചെയ്തുക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് ചെയ്യണം? ഡിബഞ്ചർ DRI ചുരുക്കി എഴുതുന്നതാണ് കേട്ടോ. നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതിക്കോളൂ. DRI ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു DRI അക്കൗണ്ട്. ഓക്കെ, അതായത് എന്താ അതിന്റെ മീനിങ് എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്തു? റിയലൈസ് ചെയ്തു, വിറ്റു എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് വിറ്റ് കിട്ടുന്ന എമൗണ്ട് എത്രയാണ് എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. കൂടുതൽ കിട്ടി അല്ലെങ്കിൽ കുറവ് കിട്ടി അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പൊ എന്താണ്? എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് അത്രയും എമൗണ്ട് നമുക്ക് കിട്ടിയെന്ന് നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ട് എത്രയാണ്? 1,80,000 ആണ്. അപ്പോൾ 1,80,000 നമുക്ക് മാർച്ച് 31 നമുക്ക് കിട്ടി എന്ന അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ എഴുതാം. ക്ലിയർ? അപ്പൊ എന്താ നരേഷൻ ചെയ്ത? ഇതാണ് ആ എൻട്രി വരുന്നത്. എന്താ നരേഷൻ വരിക? DRI റിയലൈസ്ഡ് അല്ലെ? ഡിബഞ്ചർ അല്ലെങ്കിൽ റിയലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് അങ്ങനെ എഴുതിയാലും മതി.
നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തു? വിറ്റു. റിയലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ്. ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ട് നമ്മൾ റിയലൈസ് ചെയ്തു എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആ എൻട്രി. ഇപ്പൊ നമ്മളിപ്പോ എഴുതിയിട്ടുള്ളത് 3 എൻട്രീസ് ആണ്. ഒന്ന് നമ്മൾ എഴുതിയത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്, അതായത് റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ 15% തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30-ന് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എൻട്രി എഴുതി. പിന്നെ എന്താണ്? ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും ഇയർ എൻഡിൽ. അപ്പൊ ഇവിടെ ഇയർ എൻഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന എൻട്രി എഴുതി. അപ്പൊ ഇയർ എൻഡിൽ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരു കൊല്ലത്തേക്കാണ് 10% എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒരു കൊല്ലത്തേക്ക് നടത്തിയിട്ടില്ല, 11 മാസത്തേക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 11 മാസം ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അത് 16,500 ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കണം. ആ വിൽക്കുന്ന എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് DRI. അപ്പൊ ഈ 3 എൻട്രീസ് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട എൻട്രിയാണ്. ഇനി എന്ത് ചെയ്യണം? ഇതേ ഡേറ്റിന് വീണ്ടും നമുക്കറിയാം, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആകുമ്പോൾ റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും എങ്ങോട്ട് മാറ്റണം? എങ്ങോട്ടാ മാറ്റേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം, DRR അക്കൗണ്ടിലേക്ക് മാറ്റണം. ക്ലിയർ? അപ്പം റെഡീം ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആകുമ്പോൾ റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും DRR അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ എന്താ എൻട്രി ചെയ്തുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് profit or loss, statement of profit or loss account debtor, statement of profit or loss account debtor to എങ്ങോട്ടാ മാറ്റുന്നത്? DRR അക്കൗണ്ടിലേക്കാണ്. ടു DRR അക്കൗണ്ട്. DRR അക്കൗണ്ട് മീൻസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ട് എത്രയാണ് എന്ന് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലെ? എത്രയാണ്? 12 ലക്ഷമാണ്. അപ്പൊ ഈ 12 ലക്ഷമാണ് റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ. 12 ലക്ഷം. ആ 12 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യണം? DRR അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇവിടെ 12 ലക്ഷത്തിനെയും മാറ്റാനുള്ള കാരണം ഇവിടെ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയതുകൊണ്ടാണ്. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ 10% മാറ്റിയിട്ടുള്ളായിരുന്നു. എന്തുവാണ്? അത് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആയിരുന്നു. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആവുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? നമ്മുടെ നിയമം അനുസരിച്ചിട്ട് നിർബന്ധമായിട്ട് 10% എങ്ങനെ ചെയ്യണം? ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണം. അതുകൊണ്ട് അവിടെ എന്താണ്? റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ 10% അവിടെ DRR അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെയല്ല, കംപ്ലീറ്റ് എമൗണ്ട് മാറ്റുന്നുണ്ട്. കാരണം ഇത് കംപ്ലീറ്റ് എന്താണ്? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ആ എമൗണ്ട് ഓൾറെഡി കണ്ടെത്തി വെച്ചതാണ്. എത്രയാണ്? 12 ലക്ഷം. ഓക്കെ, 12 lakh. എൻട്രി 12 lakh. എന്താണ് നരേഷൻ? നരേഷൻ എന്താ കൊടുക്കേണ്ടത്? നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ട്, വിച്ച് മീൻസ് ട്രാൻസ്ഫർ ഓഫ് എമൗണ്ട്, അല്ലെങ്കിൽ എന്താണ്? അങ്ങനെ ചുരുക്കി എഴുതാം. നമുക്ക് എന്താണ്? DRR ക്രിയേറ്റഡ് എഴുതാം ചുരുക്കിയിട്ട്. DRR ക്രിയേറ്റ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതുക. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റഡ്, DRR ക്രിയേറ്റഡ്. നരേഷനായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത എൻട്രി എന്താണ്? അടുത്ത എൻട്രി എന്ന് പറയുന്നത്, ഇനി ഇപ്പൊ DRR ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് കൊടുക്കാനുണ്ട് അല്ലെ? നമുക്ക് റെഡീം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറെ എൻട്രീസ് ആയിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം അല്ലെ? കൊടുക്കാനുണ്ട്, അത് കൊടുത്തു എന്ന് കാണിക്കുക. കൊടുക്കാനുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്തു? അത് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്ന എൻട്രിയാണ് റിഡംഷൻ ഡ്യൂ ആക്കുന്ന എൻട്രി. ദെൻ കൊടുക്കുന്ന എൻട്രി, പിന്നെ എന്താണ്? DRRനെ ക്ലോസ് ചെയ്യുന്ന എൻട്രി. ഇത്ര എൻട്രി വരിക. അപ്പൊ ഇനി അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിഡംഷൻ ഡ്യൂ ആക്കാനുള്ള എൻട്രിയാണ്. റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാകുമ്പോൾ റിഡംഷൻ ഡ്യൂ ആക്കുന്ന എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, പ്രീമിയം കൂടി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതണം അല്ലെ? എന്താ എൻട്രി വരിക? ആർക്കാ കൊടുക്കുന്നത്? ഡിബഞ്ചർ ഹോൾഡർക്കാണ്. എന്തെല്ലാം കൊടുക്കും? ഡിബഞ്ചറിൽ നിന്നുള്ള എമൗണ്ടും കൊടുക്കും, പ്രീമിയം കൊടുക്കും അല്ലെ?
അവൻ എന്ത് ചെയ്യണം? ആദ്യം ഡിബഞ്ചർ എന്നുള്ള എമൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? 10% ഡിബഞ്ചറിന്റെ പേര് അതാണ്. അപ്പൊ 10% ഡിബഞ്ചർ 10% ഡിബഞ്ചർ അക്കൗണ്ട് 10% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 10% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ദെൻ പിന്നെന്ത് എഴുതണത്? 10% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. അത് മാത്രമാണ് കൊടുക്കുന്നത്, അല്ല പ്രീമിയം കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത് എഴുതണം. എന്താണ്? പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കാ കൊടുക്കുന്നത്? ഈ രണ്ട് എമൗണ്ടും ഡിബഞ്ചർ ഹോൾഡർക്കാണ്. അതുകൊണ്ട് ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഓക്കെ. അപ്പം ഇത് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അല്ലെ. 10% ഡിബഞ്ചറിന്റെ വാല്യൂ എത്രയാണ്? 12 ലക്ഷമാണ്. ക്ലിയർ. ദെൻ പ്രീമിയം എത്രയാണ്? 1,20,000 ആണ്. ദെൻ ആ രണ്ടും കൂടി കൂട്ടിയിട്ട് മൊത്തം 13,20,000 ആർക്ക് കൊടുക്കും? ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കും. 13,20,000. ഓക്കെ. ഇതിന്റെ നരേഷൻ എന്താ വരിക? ഇതാണ് എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡർ എന്ന് കൊടുത്താൽ മതി. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡർ. ഡിബഞ്ചർ ഹോൾഡർക്ക് എമൗണ്ട് ഡ്യൂ ആയി. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡർ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? അപ്പൊ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഇനി കൊടുക്കണം. അപ്പൊ കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അല്ലെ, അറിയാലോ അല്ലെ. സെയിം ഡേറ്റിന് തന്നെ 31/3/2020 എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ആരൊക്കെ കൊടുക്കുന്നത്? ഡിബഞ്ചർ ഹോൾഡർക്കാണ്. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ എത്രയാണ് കൊടുക്കുന്നത്? 13,20,000. 13,20,000 ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് നേരത്തെ എഴുതി വെച്ചു. ഇപ്പൊ കൊടുത്തു. 13,20,000. ക്ലിയർ. നരേഷൻ എന്താ കൊടുക്കുക? പേയ്മെന്റ് മെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡർ. ഡിബഞ്ചർ ഹോൾഡർക്ക് പേയ്മെന്റ് നടത്തി. ഓക്കെ. ഇനി ഏറ്റവും ലാസ്റ്റ് സെയിം ഡേറ്റിന് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഈ നേരത്തെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള DRR നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ സെയിം ഡേറ്റിന് 31/3/2020 സെയിം ഡേറ്റിന് എന്ത് ചെയ്യണം? നമ്മൾ DRR അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് ചെയ്യണം? ജനറൽ റിസർവ് അല്ലെ, GR അക്കൗണ്ട് എഴുതുക. DRR അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ. സെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എത്രയാണത്? 12 ലക്ഷം. അത് ഇത് ഇത്രയാണ് വരേണ്ട എൻട്രീസ് നമുക്ക് മൊത്തത്തിൽ ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം നമ്മൾ ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്യണം? DRR അക്കൗണ്ട് ടു ഡെറ്റർ ടു ജനറൽ റിസർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് ക്ലോസ് ചെയ്യാണ്. നേരത്തെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് DRRനെ ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് ഇത് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക, ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇതിൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലം ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ ഏത് മെത്തഡാണ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് ഇതിനെ നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി പ്രോബ്ലം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചോദിക്കുക. അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ടൊക്കെ ചോദിച്ചാൽ മതി, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് മറുപടി തരാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം നമ്മൾ വേറൊരു പോർഷൻ ആയിരിക്കും നോക്കുക.